നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പനിക്ക് ശേഷം ശബ്ദം അല്പം പ്രശ്നത്തിലാണ്. എന്നിരുന്നാലും നമുക്ക് ഫലപ്രവചനം നടത്താതെ തരവില്ലല്ലോ. മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. മിഥുനം 1 മുതൽ 15 വരെയുള്ള ഫലത്തെയാണ് പറയുന്നത്. ജൂലൈ 1 മുതലുള്ള വിശദമായിട്ടുള്ള നക്ഷത്രഫലം പിന്നീട് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മിഥുനം 1 മുതൽ 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് ഇന്ന് പറയുന്നത്. ഒട്ടെല്ലാ ഗ്രഹങ്ങളും രാശി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 1 മുതലുള്ള ഫലപ്രവചനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടാകും. ഫലങ്ങളൊക്കെ ഒരുപാട് മാറി മറിയുന്നതാണ്. ഇന്നത്തെ ഈ നക്ഷത്ര ഫലത്തിലും വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. നമുക്ക് വലിച്ചു നീട്ടലുകളില്ലാതെ വളരെ ചുരുക്കി എന്ന് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് വരുന്ന മിഥുനമാസത്തിൽ വരുമാനമൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. ധാരാളം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ശരീരത്തിലെ താപനിലയൊക്കെ വർദ്ധിച്ച് പനി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നേത്ര സംബന്ധമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാഹചര്യമുണ്ടാകുന്ന മാസമാണ്. വിദേശ ധന സമ്പാദനത്തിന് അനുകൂലമായിട്ടുള്ള മാസമാണ്. ഗാർഹിക സുഖങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിവിധ നിക്ഷേപ പദ്ധതികളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അല്പസ്വല്പമൊക്കെ അപവാദങ്ങൾ കേൾക്കാനുമുള്ള സാഹചര്യങ്ങൾ ഇടവക്കൂറുകാർക്കുണ്ടായേക്കാം. അത്തരം കാര്യങ്ങളിൽ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് മിഥുനമാസത്തിൽ നയപരമായിട്ടുള്ള ചാതുര്യം ഉണ്ടാകുന്നതാണ്. പ്രവർത്തനശേഷിയും ചിന്താശേഷിയും ഒക്കെ ഉണ്ടാകുന്ന മാസമാണ്. പൊതുകാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സർവസമ്മതത്വം ലഭിക്കുന്നതാണ്. കൂടാതെ സന്തുഷ്ടിയും സൗഭാഗ്യവും ഒക്കെ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരിലൂടെ നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. മിഥുനക്കൂറുകാർ ഈ വരുന്ന മിഥുനമാസത്തിൽ സംഗീതത്തിലൊക്കെ അഭിരുചി പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് മിഥുനമാസത്തിൽ ശത്രുഭയം, ബന്ധുവിരോധം, ക്ലേശം തുടങ്ങിയ ദോഷ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ജ്വരസംബന്ധമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. കൂടാതെ ഗൂഢവിദ്യകളിലൂടെയൊക്കെ ആനന്ദം കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. രഹസ്യമായിട്ട് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉത്ഭവിച്ചേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്ക് വിദ്യാ തടസ്സം ഉണ്ടാകാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് വരുന്ന മിഥുനമാസത്തിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ സ്ഥാനലാഭം, സൂക്ഷ്മമായ സഹജ അവബോധം, ഊർജ്ജസ്വലമായിട്ടുള്ള മനസ്സ് എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ ചില നിഗൂഢതകളൊക്കെ ബാധിച്ചേക്കാം. ഐശ്വര്യവും രോഗശമനവും ഒക്കെ ഉണ്ടാകാം. ജീവിതത്തിൽ നല്ല നല്ല പ്രവൃത്തികളൊക്കെ സംഭവിക്കുന്ന മാസമാണ്. നല്ല രീതിയിലുള്ള സംസാരത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ധനലാഭം ഉണ്ടാകുന്നതാണ്. സുഖവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ആരോഗ്യലാഭം, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ലബ്ധി, ബന്ധുഗുണം ഇവയൊക്കെ മിഥുനമാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മിഥുന മാസത്തിൽ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ശാരീരികമായി ചില അസ്വസ്ഥതകളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. ശ്രേഷ്ഠമായ കർമ്മസിദ്ധി ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ സർവ്വ സൗഖ്യവും
ഫലമായി പറയേണ്ടതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനമാസത്തിൽ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ ആലോചനയിലിരിക്കുന്ന തുലാക്കൂറുകാർക്ക് അതിനൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുലാക്കൂറുകാർക്ക് മിഥുനമാസത്തിൽ സാഹചര്യം ഉണ്ടാകുന്നതാണ്. കാര്യലാഭം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല ധനലാഭവും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ മിഥുനമാസത്തിൽ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൈതൃക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, പങ്കാളിത്തം, കൂടാതെ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. കൂടാതെ മരണപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെയൊക്കെ പ്രതീക്ഷിക്കാത്ത വസ്തുവകളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുപീഡയ്ക്ക് സാധ്യതയുണ്ട്. പാപകർമ്മങ്ങളിലൊന്നും ഇടപെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ധനുക്കൂറുകാർ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാകും. കഠിന പ്രയത്നത്തിലൂടെയൊക്കെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നല്ല ഊർജ്ജസ്വലത പ്രകടമാകുന്നതാണ്. സഞ്ചാര പ്രിയത്വം ഉണ്ടാകുന്നതാണ്. താത്വികമായിട്ടുള്ള പ്രവണതയും വർദ്ധിക്കുന്നതാണ്. കൂടാതെ മകരക്കൂറുകാർക്ക് താത്വികമായിട്ടുള്ള പ്രവണതയോടൊപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആഴത്തിൽ ഇടപെടാനുള്ള അവസരങ്ങളൊക്കെ വരുന്നതാണ്. ഭക്ഷണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിലെ അപാകതയൊക്കെ അനാരോഗ്യത്തിന് കാരണമായേക്കാം. എന്നിരുന്നാലും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല പരിചാരകരെ ലഭിച്ചും നല്ല ശുശ്രൂഷ ലഭിച്ചുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ ഭാര്യയോടും പുത്രന്മാരോടും കലഹിക്കാനുള്ള സാഹചര്യമുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരോടും പുത്രന്മാരോടും ഒക്കെ കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കുക. എന്നിരുന്നാലും ഗുരുജനങ്ങളിൽ നിന്ന് മികച്ച അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അനുകൂലമായിട്ടുള്ള സ്ഥിരോത്സാഹത്തിലൂടെ മെച്ചപ്പെട്ട ഫലങ്ങൾ നേടിയെടുക്കാൻ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. സൂക്ഷ്മമായിട്ടുള്ള ഊഹക്കച്ചവടത്തിലൊക്കെ താല്പര്യം ജനിക്കുന്നതാണ്. അതിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ ഗാർഹിക സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ കടന്നു പോകേണ്ടതായിട്ടും വന്നേക്കാം. ഊഹക്കച്ചവടത്തിലൊക്കെ താല്പര്യമുള്ള മീനക്കൂറുകാർക്ക് അതിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. മീനക്കൂറുകാർക്ക് ജോലിയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 12 രാശിക്കൂറുകാരുടെയും മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല ജ്യോതിഷ സംബന്ധമായിട്ടും മറ്റ് വിഷയങ്ങളെ അധികരിച്ചുമുള്ള വീഡിയോകൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുള്ളവർ നേരിട്ട് വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.